ഡൽഹിയിൽ ശൈത്യ തരംഗം തുടരുകയാണ്. അതിശക്തമായ മൂടൽമഞ്ഞിൽ ദൃശ്യപരിധി വളരെ കുറഞ്ഞു. വാഹനം ഓടിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കുന്നു. ഡൽഹിയിൽ വായു മലിനീകരണവും രൂക്ഷമാണ്. മഞ്ഞുവീഴ്ചയിൽ ഹിമാചൽ പ്രദേശിൽ 1000-ഓളം വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതും റിപ്പോർട്ടുണ്ട്. വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. വിനീത, ഡൽഹി ആകെ മൂടൽമഞ്ഞിൽ മൂടിക്കിടക്കുകയാണോ? വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായും എസ്കേൻ, രാവിലെ മുതൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയൊരു മൂടൽമഞ്ഞ് തന്നെയാണുള്ളത്. ദൃശ്യപരിധി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിരത്തിലേക്കൊക്കെ ഇറങ്ങുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ പോകരുതെന്നൊക്കെ ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ താപനില ഡൽഹിയിൽ 7 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് ഇനിയും കുറയുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇതിനിടെ ഈ ശൈത്യതരംഗം തുടരുന്നതിനിടെ ഇന്നലെ രാത്രിയോടുകൂടി പല മേഖലയിലും കനത്ത മഴ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തേക്ക് ഈ ശൈത്യതരംഗത്തിനൊപ്പം തന്നെ മഴ കൂടി ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഡൽഹിയിൽ മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കടുത്ത തണുപ്പാണ്. ഹിമാചൽ പ്രദേശിൽ ശക്തമായിട്ടുള്ള മഞ്ഞ് വീഴ്ചയുണ്ട്. 1000-ഓളം വാഹനങ്ങളാണ് ഈ മഞ്ഞിൽ കുടുങ്ങിപ്പോയത്. ഇതിൽ 700-ഓളം വിനോദസഞ്ചാരികളെ അവർ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും പല മേഖലകളിലും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. അവരെ ഈ വാഹനങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി സുരക്ഷിതമാക്കുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ജമ്മു കാശ്മീരിലും ഉത്തരാഖണ്ഡിലും ഒക്കെ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച ഇപ്പോഴും തുടരുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഈ ശൈത്യതരംഗത്തിനൊപ്പം തന്നെ വായു മലിനീകരണം അതിരൂക്ഷമായി തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഗുണനിലവാര സൂചിക നിലവിൽ 402-ലേക്ക് എത്തിയിരിക്കുന്നു. ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് നിലവിൽ ഡൽഹിയിലെ വായു മലിനീകരണത്തിന്റെ ഒരു നിരക്കുള്ളത്. അതുകൊണ്ട് തന്നെ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നേരിടുന്ന ആളുകളുണ്ട്. മറുവശത്ത് ഇങ്ങനെ ശക്തമായിട്ടുള്ള തണുപ്പാണ്. അത് ഇനിയും മുൻ ദിവസങ്ങളിൽ നോക്കുമ്പോൾ കൂടുതൽ വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിലെ സാഹചര്യങ്ങളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമൊക്കെ പറയുന്നത് ഒരുപക്ഷെ മുൻ വർഷങ്ങളിൽ ഉണ്ടായതിനേക്കാൾ ശക്തമായ ശൈത്യത്തിലൂടെയായിരിക്കും ഇനി ഡൽഹി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. താങ്ക് യു വിനീത വിജി.